വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? അവനിക്കുട്ടി ഹായ് കൊടുത്തേ. ഹായ് പറ. എല്ലാരും ചായ കുടിച്ചു ചോദിക്കി. അവിടെ നോക്കി ചോദിക്കി. ചായ കുടിച്ചു ചോദിക്കി. എന്താ പരിപാടി? അവനിക്കുട്ടി ടാറ്റ പോവാ. അവനിക്കുട്ടി ടാറ്റ പോവാല്ലേ? ടാറ്റ പോകുന്ന വഴിക്ക് കാണുന്ന വിൻമില് മൊത്തം 1 2 3 എണ്ണലായിരുന്നല്ലോ. അപ്പൊ വിൻമില് നമ്മൾ ഒരു ദിവസം അവൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടല്ലോ. അതിനുശേഷം നമ്മളിപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പോകുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വിൻമില്ലുകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ വിൻമില് നമുക്ക് ഇങ്ങനെ പോകുന്ന റൂട്ടിൽ കൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ. 1 2 3 ഇതൊക്കെ പറ്റി ഇങ്ങനെ എണ്ണിക്കൊണ്ട് എത്ര എണ്ണി ആവണിക്കുട്ടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആവണിക്കുട്ടി എന്താ കണ്ടത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നോക്കി പറഞ്ഞു കൊടുക്കടി കാന്താരി. 1 2 3 എന്നൊക്കെ പറഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ രീതിയിൽ ഇല്ല. എന്തായാലും നമ്മൾ വരുന്ന വഴിക്ക് ഒത്തിരി ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകട്ടെ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ നല്ല തണുപ്പും കോടയൊക്കെ അല്ലേ. പക്ഷേ ഇപ്പം നമ്മൾ വന്ന് ഏകദേശം ഗൂളിക്കടവിൻ്റെ ആ ഒരു സെൻറ്റർ എത്താറായിട്ടുണ്ടോ. അപ്പോൾ ഇതിന് നോക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ക്ലൈമറ്റ് മൊത്തത്തിലൊക്കെ ചേഞ്ച് ആയിരുന്നു. കാരണം നോക്കി നല്ല വെയിലും അതേപോലെ തന്നെ നല്ലൊരു തന്നെയാട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷം ആട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ 1 2 3 എന്തായാലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഗൈസ് നമ്മള് കൂളിക്കടവിന്റെ സെന്റർ ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ടേ. നമ്മളിപ്പോ രാവിലെ ആട്ടോ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. കൂടുതലും നമുക്ക് സ്കൂൾ വണ്ടികളും സ്കൂൾ കുട്ടികളൊക്കെ ആട്ടോ. സ്കൂളൊക്കെ തുറന്ന ഒരു ടൈമാണല്ലോ. എന്തായാലും വെയിലാട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിൽ തന്നെയാട്ടോ ഇവിടേക്കൊക്കെ. നമ്മുടെ അവിടെയൊക്കെ വെയിൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പോയിട്ട് നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ അങ്ങ് മണ്ടയിലൊരു അതായത് വലിയൊരു മല കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇവിടുത്തെ ഒരുപാട് ഇവിടെ നമ്മുടെ അട്ടപ്പാടിയൊക്കെ കാണാൻ വേണ്ടി വരുന്നവരെല്ലാവരും കയറുന്നൊരു മല തന്നെയാണ്. അതായത് നരസിമുക്ക് അടപ്പ. അതൊരു വല്ലാത്തൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. കാരണം നമ്മുടെ അട്ടപ്പാടത്തെ കുറേ സ്ഥലങ്ങൾ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. എന്താ അവിടെ കുട്ടി? അതേപോലെ തന്നെ ഗൈസ് ഇവിടെ കൂടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. സമ്മ വേർന്നാലത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളാട്ടോ. +1 +2 പഠിച്ചിട്ടുള്ള സ്കൂളാണ്. നമ്മുടെ അഗളി സ്കൂളാണ്. അമ്മ പഠിച്ച സ്കൂളാ. എനിക്ക് അമ്മ പഠിച്ച സ്കൂളാണ്. ആവണി അംഗൻവാടിയിലാണ് പഠിക്കുന്നത് കേട്ടോ. ആവണിയുടെ അംഗൻവാടി കഴിഞ്ഞു പോനാ. ആവണി നോക്കട്ടെ. നല്ല വെയിലാട്ടോ. മുഖത്തേക്ക് ഇങ്ങനെ കുത്തുവാട്ടോ ഇവിടെ ചെയ്തിട്ട് പോലും. എന്ത് അമ്മ പഠിച്ച സ്കൂൾ കാണിച്ചു തന്നില്ല ആവണിക്കുട്ടിക്ക്? ആവണിക്കുട്ടിയുടെ അംഗൻവാടി എവിടെയാ പറഞ്ഞു കൊടുത്തേ. ഇവിടെ നോക്കി പറഞ്ഞു കൊടുക്ക്. ശരി പറയാം. അപ്പോൾ ഈ ഒരു അമ്പലമായാലും നല്ലൊരു കിഡ്ലൻ ആംബിയൻസ് ആട്ടോ. അപ്പോൾ രാവിലെ ആണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ചില ദിവസമൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഇവിടെ രാവിലെ അതായത് അതിരാവിലെ തന്നെ തുടങ്ങും കേട്ടോ. പൂജയും കാര്യങ്ങളൊക്കെ ഒരു 10 10:30 വരെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. തിരക്കിനനുസരിച്ച് ചിലപ്പോൾ കുറച്ചുകൂടിയൊക്കെ സമയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നമുക്ക് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു വഴിപാട് കേട്ടോ നമ്മുടെ ഉപ്പ് വഴിപാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാമല്ലോ ഡീറ്റെയിലായിട്ട് തന്നെ. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറേ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല വെയിലിനടുപ്പിഴായാലും നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് പോയിട്ട് ചുറ്റി വലം വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഇനി അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇതാ ബെണ്ടാരപ്പേട്ടിൽ ഇതാ കാണിക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അഗളി ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ. അപ്പോൾ റോഡ് സൈഡ് തന്നെയാട്ടോ. നോക്കിയാൽ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ ആ ഒരു ഉപ്പ് നേർച്ച എന്ന് പറഞ്ഞപ്പോൾ നോക്കിയാൽ ഓരോരുത്തരും ഇങ്ങനെ ആഗ്രഹം നടക്കുന്നതനുസരിച്ച് ഇങ്ങനെ ഇവിടെ ഉപ്പ് കൊണ്ടുവന്നിട്ട് അത് മുനീശ്വരനാട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തായിട്ട് സമർപ്പിക്കാറുണ്ട് കേട്ടോ. അതേപോലെ നോക്കിയതാ ഇവിടെ ഒരു കല്ലിൽ ചെറിയൊരു രൂപം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ആൽമരമാണ്. അപ്പോൾ ആൽമരത്തിൻ്റെ ചുവട്ടിലാട്ടോ അതുള്ളത്. അച്ഛനും മോളും എന്താ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുന്നൊരു വഴിയായിരുന്നു. നോക്കി നല്ല നൈസായിട്ടുള്ളൊരു പുല്ലാട്ടോ. ഒരു ഭാഗത്തൊക്കെ കാട് പിടിച്ച പോലത്തെ ഒരു പുല്ലല്ല, നല്ല നൈസായിട്ടൊരു പുല്ല്. അതുപോലെ തന്നെ ഒരു കാറ്റിലിങ്ങനെ ഒരു ആൽമരമൊക്കെ ഇങ്ങനെ ആടി വലയുന്ന ആ ഒരു ആംബിയൻസ് ഒക്കെ ഒരു കിടിലൻ ആംബിയൻസ് തന്നെയാണ്. പിന്നെ നമുക്കിവിടെ വൈകുന്നേരമൊക്കെ വന്ന് തൊഴാനൊക്കെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാനും മൊത്തത്തിലൊരു വല്ലാത്തൊരു വൈബാട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെതാ ഞാനും എത്തിയിട്ടുണ്ട് അവിടെ. നമുക്ക് നന്നായിട്ട് ഈ ഒരു ഭാഗത്തും കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. പൂജ കഴിഞ്ഞിട്ട് നട തുറക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രസാദം വാങ്ങാം. അങ്ങനെ എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി ഇതൊക്കെ കിട്ടിയ പ്രസാദമൊക്കെ നല്ലതായിട്ട് ജോലിയായിട്ട് ആളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടോ. നമുക്ക് ഭസ്മ കേട്ടോ ഇവിടുന്ന് പ്രസാദമായിട്ട് കിട്ടിയിട്ടുള്ളത്.
അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള പ്രതീക്ഷ നന്ദിയുടെയും അതുപോലെ ഒരു നാഗത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ അതാട്ടോ തിരുമേനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാട്ടോ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതൊരു 1 മന്ത് ഏകദേശം അടുപ്പിച്ചാവുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴും എൻ്റെ അടുത്ത് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു, ഇത് ഏതാണ് അമ്പലം എന്നൊക്കെ. എന്തായാലും ഇത് നമ്മുടെ അഗളയിലുള്ള മാരിയമ്മൻ കോവിലാട്ടോ. അതേപോലെ തന്നെ ഞാൻ +1 +2 ഒക്കെ പഠിച്ചിട്ടാണ് ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലൊക്കെ ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും വരാൻ പറ്റില്ലെങ്കിലും നമുക്ക് പറ്റുന്ന സാഹചര്യത്തിലൊക്കെ നമ്മളിവിടെ വരാറുണ്ട് കേട്ടോ. കിട്ടിയല്ലോ ഞങ്ങൾക്ക്. എന്താ കിട്ടിയേ? അമ്മ ഉണ്ട്. പിന്നെ താഴേക്കൊക്കെ ആയാലും വിശാലമായിട്ട് കുറേ ബ്ലോട്ടുകൾ തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് നമുക്ക് മയിലിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്ന കേട്ടോ ഇവിടെ ഇങ്ങനെ തൊഴുന്ന ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു നാഗത്തിൻ്റെ ഒരു തറ. അപ്പോൾ ഇതാ നോക്കി നമ്മുടെ പ്രിയദർശിനി ബസ് ഇങ്ങനെ ചീറി പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അമ്പലം വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണെന്ന് പറയാൻ കാരണം വേറെ ഇവിടുത്തെ ഒരു വ്യൂ ആയാലും നല്ല വ്യൂ ആട്ടോ. നോക്കി നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ഒരുപാട് മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടാട്ടോ ഈ ഒരു അമ്പലം വരുന്നതായാലും. സൂര്യൻ നോക്കി കറക്റ്റ് തലയ്ക്ക് മുകളിലാട്ടോ എത്തി നിൽക്കുന്നത്. ഞങ്ങളുടെ ആവണിക്കുട്ടി നന്ദിയുടെ അടുത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമ്പലം മുത്തുമാരി അമ്പലം എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്നതിന് വല്ലാത്തൊരു ആംബിയൻസ് മുതൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജീനാണ് കേട്ടോ ഇവിടെ നമ്മൾ വന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ വഴിപാടാട്ടോ ഉപ്പ് നേർച്ച. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താട്ടോ നമ്മുടെ നന്ദിയുടെ പ്രതിഷ്ഠ വരുന്നത്. അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ ആ ഒരു നാഗത്തിൻ്റെ ഒന്നും വരുന്നത്. പിന്നെ അത് ഇപ്പോഴായാലും നല്ല കാറ്റാട്ടോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പുല്ല് എന്ന് പറയുമ്പോൾ നൈസായിട്ട് ചെറിയൊരു രീതിയിലുള്ള ഒരു പുല്ലാട്ടോ, അങ്ങനെ കാട് പിടിച്ച പോലത്തെ പുല്ലായതുകൊണ്ട് നമുക്ക് അത് കൂടെയൊക്കെ ഈസി ആയിട്ട് നടക്കുക കൂടി ചെയ്യാം കേട്ടോ. അപ്പം നല്ല രാവിലെയൊക്കെ നല്ല വെയിലായിട്ടാട്ടോ നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ ഒരു അമ്പലത്തിൽ ഉത്സവവും നടക്കാറുണ്ട് കേട്ടോ. മാത്രമല്ല ആദ്യമൊക്കെ ഒരു ചെറിയൊരു അമ്പലമായിരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കാലങ്ങൾ പോകുന്നതോറും അമ്പലത്തിൻ്റെ ഒരു വലിപ്പവും ഇങ്ങനെ കൂടിയിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിലാട്ടോ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ തൊഴിലെല്ലാം കഴിഞ്ഞിട്ട് എല്ലായിടത്തും നന്നായിട്ട് വലം വെച്ച് തൊഴുത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തിരുമേനി വന്നിട്ടുണ്ടായിരുന്നത് ഭസ്മായിരുന്നല്ലോ. പിന്നെതാ ഈ ഒരു ഭണ്ഡാരത്തിനോട് ചേർന്ന് തന്നെ കുങ്കുമവും അതേപോലെ തന്നെ ചന്ദനം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയൊരു ബൗളുകളിലായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അതിന് എടുത്തിടുകയും കൂടി ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിങ്ങനെ എടുത്തപ്പോഴാട്ടോ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ കണ്ണാടി ഇട്ടു. അപ്പോൾ നമുക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ നിന്ന് തന്നെ ഇടാം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമ്മുടെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളിത് നേരെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരാളാണെങ്കിൽ ഇവിടെ നോക്കി കാര്യമായിട്ട് ഒരു വിൻഡോ വഴി ഇതൊക്കെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ ഇപ്പോൾ നമ്മുടെ ഫുട്ബോളിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നോക്കി നമുക്ക് പോകുന്ന വഴിക്ക് ഫുള്ളിങ്ങനെ പല ടീമുകളുടെയും പോസ്റ്റ് നമുക്ക് റോഡിൻ്റെ ഇടതും വലതുമായിട്ട് കാണാൻ വേണ്ടി വരും കേട്ടോ. അർജൻറ്റീനയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ബ്രസീലിൻ്റെ വെച്ചിട്ട് ഫുള്ള് ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൈൻഡിനുണ്ട്. കാരണം എല്ലാ രീതിയിലും പോസ്റ്റുകളില്ലാത്തൊരു ഏരിയ ഇല്ലാന്നുണ്ട്. അത്രത്തോളം വലിയ ബാനറും പോസ്റ്ററൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുവാണ്. അതേപോലെ ഇവിടെ വീണ്ടും ഒരു അമ്പലം കേട്ടോ. അത് നമ്മുടെ അട്ടപ്പാടിയിലെ പേര് കേട്ട മറ്റൊരു ദിവസമാണ് നമ്മുടെ അഗളി അയ്യപ്പൻ വിളക്ക്. അപ്പോൾ അത് അയ്യപ്പൻ വിളക്ക് നടക്കുന്ന അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രം ആട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കോട്ടത്തറയ്ക്കാണ്. അപ്പോൾ ഇത് വഴിയാട്ടോ നമ്മുടെ കോട്ടത്തറയ്ക്ക് പോകുന്നത്. അപ്പോൾ നോക്കി ഇപ്പോഴും നല്ല വെയിലാട്ടോ, വെയിലിന് ഒരു ശമനവും ഇല്ലാട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈമിൽ നല്ല തണുപ്പും കോടയൊക്കെ ആയിരുന്നു. എന്തായാലും ഇവിടെ എത്തിയപ്പോഴും നല്ല ചൂടും അതുപോലെ തന്നെ പൊള്ളുന്നൊരു വെയിൽ തന്നെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ ആവണിക്കുടി കൈ നിറച്ച് കുറി ഇട്ടിട്ടുണ്ട്. തന്നെ കുറി ഇടുന്ന കാര്യത്തിൽ ഒരു ക്ഷാമം എത്തിയിട്ടില്ലായിരുന്നു. നല്ല നീളത്തിൽ തന്നെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും നോക്കി ആകാശം താഴെ ഇറങ്ങി വന്ന സെയിം ഫീലായിട്ടാണ് നോക്കി നല്ല തെളിഞ്ഞ ആകാശമായിട്ടോ കാണുന്നത്. പിന്നെ റോഡിൻ്റെ 2 സൈഡും നല്ല ഇത് തന്നെ പച്ചപ്പാടോ ഇങ്ങനെ പച്ചപ്പരവധാനം വിരിച്ച് കിടക്കില്ല ആ ഒരു രീതിയിലാട്ടോ. മലകളൊക്കെ ഇങ്ങനെ കറക്റ്റ് നമുക്ക് വരച്ച് വെച്ച ഒരു സെറ്റപ്പിലാട്ടോ കിടക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി പോകാൻ കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാം. അതേപോലെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടിಗೆ കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആവണിക്കുട്ടിയുടെ വീഡിയോ എടുക്കുന്നുണ്ടാകുമ്പോൾ നോക്കി ആവണിക്കുട്ടി കാര്യമായിട്ട് നോക്കിയിട്ട് വേറെ അങ്ങോട്ടില്ല കേട്ടോ. ക്യാമറയിൽ നോക്കിയിട്ട് ആൾക്ക് കഴുത്തിൽ കുറിയിട്ടാന്നുള്ള സംഭവം ആൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുക എൻ്റെ ആവണിക്കുട്ടിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണോ. അതില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ കിടന്ന് വാശി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ആൾക്ക് കറക്റ്റ് ആയിട്ടാന്ന് പറഞ്ഞാൽ വീണ്ടും കുറിയൊക്കെ എടുത്ത് തൊട്ടുകൊണ്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലും കൂടി പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ നേരെ നമ്മൾ ആ കോമ്പൗണ്ടിലൂടെ മേളിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അട്ടപ്പാടിയിലുള്ള ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല തണുപ്പാണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നോട്ടോ. അപ്പം നമുക്കിത് നേരെ പോയിട്ട് OP ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാണിക്കാം. രാവിലെ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ OP ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലായാലും അതേപോലെ തന്നെ ഡോക്ടറെ കാണാൻ നിൽക്കുന്ന അവിടെയൊക്കെ ആയാലും നല്ല തിരക്കായിരുന്നു. എന്തായാലും കുറച്ചധികം ടൈം എടുത്തു നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു കേട്ടോ. പിന്നെ നേരെ അവിടേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഭൂരിയും ബാജിക്കറി ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ചായയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ട്രഡീഷണൽ ആയിട്ടാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം വരുന്നത്. അതേപോലെ തന്നെ കഴിക്കാനുള്ള ഫുഡായാലും നല്ല നമ്മൾ വീട്ടിലൊക്കെ കഴിക്കില്ല ആ ഒരു ഫീലാണ് നമുക്ക് ഇവിടുന്ന് കഴിക്കുമ്പോൾ കിട്ടാറുള്ളത്. വലിയ സെറ്റപ്പിലുള്ളൊരു ഹോട്ടൽ നല്ലതാണ്. നല്ല ട്രഡീഷണൽ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. നോക്കിയാൽ ഒരു ഫ്രണ്ടേജ് ആട്ടോ കാണുന്നത്. അതേപോലെ തന്നെ സൈഡൊക്കെ ചെയ്തിട്ടുള്ളത് ഓലകൾ കൊണ്ടാട്ടോ. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചാൽ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1-2 പരിപാടിയും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ആദ്യം വന്നത് അക്ഷയയിലേക്കാണ്. അപ്പോൾ അക്ഷയയിലേക്ക് വരാൻ കാരണം നമ്മുടെ ആവണിക്കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അക്ഷയയിലും അത്യാവശ്യം തിരക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുപാട് ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. എന്തായാലും അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിത് നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളതായാലും നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടെ തന്നെ അടപ്പുന്നില്ല. അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് നമുക്ക് എന്തായാലും അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.